ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കപ്പയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി മീൻകറി റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മീൻകറി വെക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ അടുപ്പത്ത് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മീൻകറിയൊക്കെ വെക്കാൻ എപ്പോഴും മൺചട്ടി എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ വയ്ക്കുവാണെങ്കിൽ അതും നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇടുന്ന കൂടെ തന്നെ 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 8-10 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കുവാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു 3-4 പച്ചമുളക് നടുവേ ഒന്ന് കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 8-10 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഉള്ളി നന്നായിട്ട് സോഫ്റ്റായി നല്ലൊരു ബ്രൗൺ കളറായി വരണം. എന്നാൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുള്ളൂ. ആ കൂടെ തന്നെ നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഉള്ളി വഴണ്ട് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വാടി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നല്ല മുളക് പൊടിയും കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കുന്നതിൽ മാറ്റം വരുത്താം. കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ പൊടിയുടെ പച്ചമണമൊക്കെ ഇവിടെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ചെറിയ തക്കാളി മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. 2 ചെറിയ തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മാത്രം മതി. തക്കാളി കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ തക്കാളി ചേർത്ത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുടംപുളിയാണ്. ഞാനിവിടെ ഒരു 2 കുടംപുളി എടുത്തിട്ട് ഒന്ന് കീറി കുറച്ച് വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിരുന്നതാണ്. ആ വെള്ളത്തോട് കൂടി തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന പുളിക്ക് ചിലപ്പം പുളി കൂടുതലാവും, ചിലപ്പം പുളി കുറവുള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളവും ആ കൂടെ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. അങ്ങനെ നമ്മുടെ മീൻകറിയുടെ ഗ്രേവി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കിലോ കേരമീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുള്ളും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കപ്പയ്ക്കൊക്കെ കഴിക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം പിന്നെ ഇത് മിക്സ് ചെയ്താൽ പൊടിഞ്ഞു പോകും. ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാനേ പാടുള്ളൂ. മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീൻ തിളച്ച് തുടങ്ങി കഴിയുമ്പോൾ ഇടയ്ക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. പിന്നെ ഞാനിവിടെ അടച്ച് വെച്ചിട്ടല്ല, തുറന്ന് വെച്ച് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ചിലർ അടച്ച് വെച്ചിട്ടും പിന്നെ തുറന്ന് വെച്ചിട്ടൊക്കെ വേവിച്ചെടുക്കാറുണ്ട്. ഞാനിവിടെ തുറന്ന് വെച്ച് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഇനി മീനൊക്കെ വെന്ത് ചാറൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ അടിപൊളി മീൻകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഇതിന് മുകളിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ചിട്ട് ഒന്ന് അടച്ച് മാറ്റി വെക്കാം കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ചട്ടി തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ചാർക്ക് കുറച്ചും കൂടി ഒന്ന് കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും. കപ്പയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അസാധ്യ ടേസ്റ്റിലുള്ളൊരു മീൻകറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. നമുക്കൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, മന്ന കിച്ചൺ. നിങ്ങൾ എൻ്റെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ നമുക്കൊരു ഫേസ്ബുക്ക് പേജ് കൂടിയുണ്ട്, മന്ന ഹോം മെയ്ഡ് കേക്ക്സ്. ആ ഒരു പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.